ഇതാണ് എൻ്റെ ഇന്നത്തെ കഥ. എൻ്റെ മക്കളെ രാത്രിയിൽ ഹോംവർക്ക് ചെയ്യിക്കാണ്ടിരിക്കുമ്പോൾ ചില ദിവസങ്ങളിൽ ഞാൻ അവരുടെ കൂടെ ഇരുന്ന് പഠിക്കാറുണ്ട്. അപ്പോൾ മനസ്സിൽ വരുന്നൊരു വിഷമമുണ്ട്. 28 വയസ്സായിട്ടും ഇപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ, ജീവിതത്തിലെങ്ങും എത്തിയിട്ടില്ലല്ലോ എന്നൊക്കെ. എൻ്റെ കൂടെ പഠിച്ചുകൊണ്ടിരുന്ന ബിലോ ആവറേജ് ആയിട്ടുള്ള സ്റ്റുഡൻസൊക്കെ നല്ല നിലയിൽ ജീവിക്കുന്നത് ചിലപ്പോഴൊക്കെ ഞാൻ സോഷ്യൽ മീഡിയ വഴി കാണാറുണ്ട്. ഫേസ്ബുക്കിലോ ഇൻസ്റ്റഗ്രാമിലോ വാട്സപ്പ് സ്റ്റാറ്റസിലോ ഒക്കെ അവരിടുന്നത് ഞാൻ കാണാറുണ്ട്. അപ്പോൾ എനിക്ക് വരുന്നൊരു വിഷമമുണ്ട്. അത് അവർ നന്നായിട്ട് ജീവിക്കുന്നുണ്ടെന്നും അല്ല കേട്ടോ, ഞാൻ എന്താ ഇങ്ങനെ ആയിപ്പോയി, എനിക്ക് എവിടെ ആ തെറ്റ് പറ്റിയെന്ന് ഞാൻ എപ്പോഴും ആലോചിക്കും. പക്ഷേ എങ്കിലും ഞാൻ പ്രൈവറ്റ് സെക്ടറിൽ നല്ല സാലറി വാങ്ങിച്ചിരുന്നൊരു ജോലി ചെയ്തുകൊണ്ടിരുന്ന ഒരാളാണ്. അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു ദിവസം എൻ്റെ കമ്പനിയിൽ നിന്ന് എൻ്റെ HR എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, നാളെ തൊട്ട് ഓഫീസിൽ വരണം, ഇല്ലെങ്കിൽ ജോലി ചെയ്യേണ്ടെന്ന്. അതെങ്ങനെ, 2 കുഞ്ഞുങ്ങളെ ഇട്ടിട്ട് ഓഫീസിൽ ചെല്ലാൻ പറ്റാത്തതുകൊണ്ടല്ലേ ഞാൻ വർക്ക് ഫ്രം ഹോം പിടിച്ചത്. എന്നിട്ട് പറയാം നാളെ തൊട്ട് ഓഫീസിൽ വരാമെന്ന്. അന്ന് ഞാൻ തീരുമാനിച്ചതാണ്, സ്ഥിരമായിട്ടുള്ളൊരു ജോലി വാങ്ങിച്ചിട്ടേ ഇനി അടങ്ങത്തോളെന്ന്. ശരിക്കും പറഞ്ഞാൽ കഴിഞ്ഞ വർഷം 2025 നവംബറിലാണ് ഇത് സംഭവിക്കുന്നത്. അന്ന് തുടങ്ങിയ പഠിച്ചൊരു സ്റ്റേജ് കഴിഞ്ഞപ്പോൾ എനിക്ക് തന്നെ തോന്നി, ഞാൻ എന്താ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങിയാലെന്ന്. അങ്ങനെ ഞാനും തുടങ്ങി എൻ്റെ സ്വന്തം PSC ചാനൽ, യൂട്യൂബ് ചാനൽ PSC വിത്ത് ജെ എന്ന് പറയുന്നത് എൻ്റെ പേരാണ്. തൽക്കാലം അതൊരു സീക്രട്ടായിട്ട് തന്നെ നിൽക്കട്ടെ. അങ്ങനെ ഈ ചുരുങ്ങിയ കാലം കൊണ്ട് 2 എക്സാമിൻ്റെ റാങ്ക് ലിസ്റ്റും കാത്തിരിക്കുമോ ഞാൻ. എങ്ങാനും ബിരിയാണി വിളമ്പിയാലോ. സോറി വിഷയത്തിൽ നിന്നൊന്ന് തെന്നി. അങ്ങനെ ഇപ്പം എൻ്റെ കുട്ടികൾക്ക് മനസ്സിലായിട്ടുണ്ട് അവരുടെ ഉമ്മച്ചി എന്തോ വലിയൊരു ടാസ്കിലാണെന്ന്. ഉറങ്ങുന്നില്ല, കറക്റ്റ് സമയത്ത് ഫുഡ് കഴിക്കുന്നില്ല, ഒറ്റയ്ക്ക് നടന്ന് സംസാരിക്കുന്നു, എന്തൊക്കെയോ ചെയ്യുന്നു, എന്തിൻ്റെയൊക്കെയോ പുറകെ പായുവാണെന്ന്. അവർക്കറിയത്തില്ലല്ലോ അവർക്ക് വേണ്ടിയിട്ടുള്ള കഷ്ടപ്പാടിലാണെന്ന്. അവരുടെ നാളെ നല്ലതാക്കാൻ വേണ്ടിയിട്ട് ഞാൻ എൻ്റെ ഇന്നിൽ കിടന്ന് ശ്രമിക്കുകയാണെന്നുള്ളത്. ഇടയ്ക്കൊക്കെ എൻ്റെ മോൻ ചോദിക്കും, ഉമ്മച്ചി നമ്മുടെ യൂട്യൂബ് എന്തുവായെന്നുള്ളതൊക്കെ. അവനോട് ഞാൻ എപ്പോഴോ പറഞ്ഞിട്ടുണ്ടായിരുന്നു, യൂട്യൂബിൽ നിന്ന് പൈസ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് വീട് വെക്കണം, കാർ വാങ്ങിക്കണം, അങ്ങനെ ചെയ്യണം ഇങ്ങനെ ചെയ്യണം എന്നൊക്കെ. പക്ഷെ അവൻ്റെ കുഞ്ഞു മനസ്സിലത് പതിഞ്ഞു പോയെന്ന് തോന്നുന്നു. 5 വയസ്സല്ലേ ഉള്ളൂ. ഇടയ്ക്കൊക്കെ വന്നിട്ട് ചോദിക്കും, എന്തായി, പൈസ വന്നോ, ഗൂഗിൾ പേ ഒന്ന് നോക്കിയേ, പൈസ വന്ന് കാണുമോ എന്നൊക്കെ. വീട്ടിലിരിക്കുന്ന സമയത്ത് ഇടയ്ക്കൊക്കെ കൊണ്ടുവന്ന് ഫോൺ ഗെയിം കളിക്കാമെന്ന് ചോദിക്കുന്നവനാ. ഇപ്പം അങ്ങനെയുള്ളവൻ ഫോൺ എൻ്റെ കൊണ്ട് തന്നിട്ട് നോക്കിയേ പൈസ വന്നൊന്ന് നോക്കിയേ, ഈ ഒരു പറച്ചിലാണ്. എന്നിട്ട് പറയുന്നത് എന്താ, അവൻ കാണുന്ന കാർട്ടൂണിലെ പോലത്തെ വലിയ വീട് വെക്കണം, അതിലത്തെ പോലെ കാർ വാങ്ങിക്കണം, അവിടെ ടൂറിന് പോകണം, ഇങ്ങനെ ചെയ്യണം അങ്ങനെ ചെയ്യണം എന്നൊക്കെ. കുഞ്ഞു മനസ്സിലെ വലിയ വലിയ സ്വപ്നങ്ങളാണ്. എന്താ അല്ലേ, വിധിയുണ്ട് എല്ലാം അങ്ങ് സ്മൂത്തായിട്ട് നടക്കുമായിരിക്കും. ഞാനും അങ്ങനെ പ്രതീക്ഷിക്കുന്നു. PSC പഠിക്കാൻ തുടങ്ങിയപ്പോൾ എനിക്ക് ഒരുപാട് വെല്ലുവിളികളുണ്ടായിരുന്നു. എവിടെ തുടങ്ങണം, എങ്ങനെ പഠിക്കണം, എങ്ങനെ റിവിഷൻ ചെയ്യണം, ഏതൊക്കെ ബുക്ക് പഠിക്കണം, ഗൈഡ് പഠിക്കണോ, യൂട്യൂബിൽ പഠിക്കണോ, ക്ലാസ് എടുക്കണോ, കോഴ്സ് എടുക്കണോ, ഒരു ഐഡിയ ഇല്ല. അതങ്ങനെ ഒരുപാട് വെല്ലുവിളികളായിരുന്നു. അപ്പോഴാണ് ഞാൻ ഒരുപാട് പേരോട് സജഷൻസൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു, എങ്ങനെ പഠിക്കണം. പിന്നത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പഠിക്കുന്ന കാര്യം പുറത്തോട്ട് അറിയിക്കാൻ നോക്കുമോ. പിറ്റേന്ന് തൊട്ട് ആൾക്കാർ വീടിൻ്റെ ഫ്രണ്ടിൽ നിൽക്കും, എന്തായി, ജോലിയായോ, ലിസ്റ്റിലുണ്ടോ. അതുകൊണ്ട് തന്നെ അന്ന് തൊട്ടേ ഞാൻ എല്ലാവരെയും ചട്ടം കെട്ടിയിട്ടുണ്ടായിരുന്നു. അഥവാ ഞാൻ പഠിക്കാൻ തീരുമാനിച്ചു കഴിഞ്ഞാലും പുറത്തോട്ട് അറിയിക്കരുത്, ലിസ്റ്റിലോ ജോലി കിട്ടിയിട്ടോ എങ്ങനെയെങ്കിലും പയ്യെ അറിയിക്കാം, അല്ലാതെ ഇപ്പോഴേ ആരെയും അറിയിക്കരുതെന്ന്. ആദ്യമൊക്കെ പഠിത്തത്തോടുള്ള ആത്മാർത്ഥത കാരണം ഇൻസ്റ്റഗ്രാം ഞാനങ്ങ് ഡിലീറ്റാക്കി കളഞ്ഞായിരുന്നു. ഇൻസ്റ്റഗ്രാമിലായിരുന്നു എൻ്റെ സമയം മൊത്തം പൊയ്ക്കൊണ്ടിരുന്നത്. ഒരു ഡേ ഫുൾ ഞാൻ വേണമെങ്കിൽ ഫോണുമായിട്ട് ഇൻസ്റ്റഗ്രാമും തോണ്ടി ഷോർട്സ് കണ്ടിരിക്കുമായിരുന്നു. അങ്ങനെ എനിക്ക് മനസ്സിലായി പഠിത്തവും ഇൻസ്റ്റഗ്രാമും കൂടെ ഒരുമിച്ച് നടക്കത്തില്ല. ഞാൻ ഇൻസ്റ്റഗ്രാം അങ്ങ് ഡിലീറ്റാക്കി. അപ്പോഴാണ് പുതിയൊരാൾ, യൂട്യൂബ്. പിന്നെ യൂട്യൂബിലെ ഷോർട്സ് കാണലായി പിന്നത്തെ പരിപാടി. 1/2 മണിക്കൂർ പഠിച്ചു കഴിഞ്ഞാൽ 3/4 മണിക്കൂർ ഇരുന്ന് ഷോർട്സ് കാണും. ഏതെങ്കിലും സ്റ്റഡി റിലേറ്റഡ് ടോപ്പിക്സ് തപ്പി ചെല്ലുന്നതാണ് യൂട്യൂബിലോട്ട്. പക്ഷെ ചെന്ന് നിൽക്കുമ്പോഴാണ് അറിയുന്നത് സമയം കയ്യിൽ നിന്ന് അങ്ങ് പൊക്കോണ്ടിരിക്കുക എന്നുള്ളത്. പിന്നത്തോട്ട് ഞാൻ സമയം അഡ്ജസ്റ്റ് ചെയ്യാൻ തുടങ്ങി. ഒരു മണിക്കൂർ പഠിച്ചു കഴിഞ്ഞാൽ 5 മിനിറ്റ് ഫോൺ കാണാം. കാരണം ഫോണിനോടുള്ള അഡിക്ഷൻ അതുപോലെ ആയിപ്പോയി. 1 മണിക്കൂർ പഠിച്ചാൽ 5 മിനിറ്റ് ഫോൺ, അങ്ങനെയുള്ളൊരു രീതിക്ക് ചിന്തിക്കാൻ തുടങ്ങി. എന്നിട്ട് ഞാൻ അങ്ങ് പ്രതിജ്ഞ ചെയ്യും, ഈ 1 മണിക്കൂറിൻ്റെ അകത്തിൽ കോള് വന്നാൽ പോലും ഫോൺ അറ്റൻഡ് ചെയ്യത്തില്ല. അങ്ങനെയും ആ ഒരു രീതിക്കൊക്കെ ഞാൻ നമ്മുടെ ഡിഗ്രി പ്രിലിംസിൻ്റെ സമയത്ത് പഠിച്ചിട്ടുണ്ട്. പുറത്തോട്ട് പോകാതായി, ഫ്രണ്ട്സിനോട് പോലും ഞാൻ പറഞ്ഞിട്ടില്ല ഞാൻ പഠിക്കുക എന്നുള്ളത്. അങ്ങനെ ആരോടും ഇപ്പോഴും ആർക്കും അറിയത്തില്ല. എൻ്റെ ആഗ്രഹം ഏതെങ്കിലും ഒരു ലിസ്റ്റിൽ വരുമോ, എന്തെങ്കിലും PSCയിൽ എനിക്ക് എന്തെങ്കിലും ഒരു നേട്ടം ഉണ്ടാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ അതെടുത്തൊന്ന് സ്റ്റാറ്റസ് ഇടണം, എന്നിട്ട് 4 പേരെ ഒന്ന് അറിയിക്കണം. നിലവിലത്തെ ആഗ്രഹം അതാ. അയ്യേ എന്തുവല്ലേ അല്പൻ അർദ്ധരാത്രിയിൽ കുട പിടിക്കുന്നത് പോലെ.
പക്ഷേ ഇപ്പം ഞാൻ അടിപൊളിയാണ് കേട്ടോ. ഇപ്പം എൻ്റെ പഠിത്തമൊക്കെ നല്ല നല്ല ട്രാക്കിൽ കൂടെ തന്നെയാണ് പോകുന്നത് എന്നാണ് എൻ്റെ വിശ്വാസം. ഈ കഴിഞ്ഞ ഡിഗ്രി പ്രിലിംസ് കഴിഞ്ഞപ്പോഴും ഞാൻ നല്ല കോൺഫിഡൻസോടു കൂടിയാണ് എക്സാം ഹാളിൽ നിന്ന് ഇറങ്ങി വന്നത്. എന്തായാലും കിട്ടും, എനിക്ക് ഉറപ്പാണെന്നുള്ള രീതിയിൽ. പ്രൊവിഷണൽ കീ വന്നപ്പോൾ 2 മാർക്ക് കുറവുണ്ടായിരുന്നത് ഫൈനൽ കീ വന്നപ്പോഴത്തേക്കിന് 4 മാർക്ക് വ്യത്യാസത്തിൽ കയറിപ്പോയി, മുകളിലോട്ട് കയറി. ആർക്കും ഞാൻ പഠിക്കുന്നത് അറിയാത്തത് കൊണ്ട് തന്നെ എൻ്റെ ഈ ഒരു സ്റ്റഡി ടേബിൾ ഒരു തരികട തട്ടിക്കൂട്ട് സെറ്റപ്പാണ്. ഒരു കുഞ്ഞ് സ്റ്റഡി ടേബിൾ, അതിൻ്റെ അകത്തിൽ ഞാൻ അഡ്ജസ്റ്റ് ചെയ്ത് എൻ്റെ ബുക്കുകളും കാര്യങ്ങളൊക്കെ വെച്ചേക്കുക. പഠിക്കുന്ന ആവശ്യത്തിൽ അറിയാലോ, നമ്മൾ കിട്ടുന്ന മാക്സിമം ബുക്കുകളൊക്കെ കളക്ട് ചെയ്യാനും സോഴ്സുകളെല്ലാം കളക്ട് ചെയ്യാനും ശ്രമിക്കും. അങ്ങനെല്ലാം തട്ടിക്കൂട്ടി ഒപ്പിച്ച ബുക്സാണ് ഇതൊക്കെ. പക്ഷേ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ഫസ്റ്റ് പേജ് പോലും ഞാൻ തുറന്നു നോക്കിയിട്ടില്ല. ഇതൊക്കെ പണ്ട് ഞാൻ കല്യാണം കഴിഞ്ഞിട്ട് വന്ന സമയത്ത് ആ ഒരു സമയത്ത് പഠിക്കാൻ വേണ്ടിയിട്ട് വാങ്ങിച്ചു കഴിഞ്ഞാൽ, പക്ഷേ അത് പേപ്പർ പോലും ഞാൻ മറിച്ച് നോക്കിയിട്ടില്ല എന്നുള്ളതാണ് സത്യം. എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഫാമിലി എനിക്ക് ഫുൾ സപ്പോർട്ടാണ് കേട്ടോ. എൻ്റെ വീട്ടിൽ നിന്നാണെങ്കിലും എൻ്റെ ഹസ്ബൻഡിൻ്റെ വീട്ടിൽ നിന്നാണെങ്കിലും എനിക്ക് ഫുൾ സപ്പോർട്ടാണ്. എന്തായാലും പറഞ്ഞ് സമയം ഒരുപാടായി, മക്കൾ വരാൻ നേരമായി. അപ്പോൾ പിന്നെ എല്ലാവരും പഠിക്കുക കേട്ടോ. പിന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ അത് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ഒരു ലൈക്ക് കൂടി തന്നേക്കണേ. ഓക്കെ, ബൈ.